Yes, yes. ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹിദ ഇബ്രാഹിം. മലപ്പുറം ജില്ലയിലെ അയനിക്കോടാണ് എൻ്റെ വീട്. ഓഡിയബിൾ ആണെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോ +2 കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പിലോട്ടുള്ള എന്താ പറയാ അഡ്മിഷൻ പ്രോസസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 19th ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. നമുക്കറിയാം, നമ്മളെല്ലാവരും വിംബിൾ അക്കാഡമിയുടെ കീഴിൽ നടത്തുന്ന ട്രെയിനേഴ്സ് ടോൾക്കിലാണ് നമ്മളെല്ലാവരും ഇപ്പൊ കൂടിയിട്ടുള്ളത്. ഈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് ഇപ്പോ ഈ ഒരു സൂമിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കില് ഓരോ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നത്. ഞാൻ ഈ വിംബിൾ അക്കാഡമിയിൽ എത്തിയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻസ്റ്റ വഴിയാണ്. അതായത് ഇൻസ്റ്റയിൽ ഓരോ റീല് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈസൽ സാറിന്റെ ഒരു റീല് കാണാനിടയായി. അപ്പോ നമുക്ക് ചിലര് ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാറില്ല. അതേപോലെ ഞാനും സാറിന്റെ ക്ലാസ് എടുക്കുന്ന രീതി, ആ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ പിന്നീട് ഒരിക്കലിങ്ങനെ റീൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ആഡ് വരുന്നത്, ഇങ്ങനെ ട്രെയിനേഴ്സ് പ്രോഗ്രാം, അതായത് പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിനെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ ആ ലിങ്ക് വഴി നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ നമ്പറിലോട്ടാണ് ചെന്നെത്തിയത്. സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ ഞാൻ +1 കഴിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു. അപ്പൊ എനിക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അതേപോലെ തന്നെ സാറിന്റെ അടുത്ത് ഞാൻ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റുഡൻസ് ട്രെയിനർ ആയിട്ടുള്ളവരുടെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ശില്പ മാമിന്റെ നമ്പറാണ് തന്നത്. ഞാൻ മാമിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് വിംബിൾ അക്കാഡമിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാൻ നിന്നപ്പോ എന്റെ പാരന്റ്സ് എന്റെ അടുത്ത് പറഞ്ഞു +2 കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഫൈസൽ സാറിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം, ഒരു വെക്കേഷനിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഓക്കെ, ഇപ്പൊ നന്നായിട്ട് പഠിക്കൂ ഫിദ, നമുക്ക് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ +2 ആ ഒരു സമയത്ത് സാറ് എനിക്ക് നമ്മുടെ വിംബിൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഈ ലിങ്ക് ഒക്കെ കിട്ടുന്ന ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് എനിക്ക് ആ ഒരു ടൈമിലാണ് സാർ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വിംബിൾ അക്കാഡമിയിൽ എത്തുന്നത്. അങ്ങനെ ആ ഒരു +2 ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഈ വിംബിൾ അക്കാഡമി എത്രത്തോളം ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പലരും പല കോഴ്സുകളിൽ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, ട്രെയിനേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരുപാട് വോയിസുകൾ വരും. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ കിട്ടിയപ്പോ വിംബിൾ അക്കാഡമി എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും അറിഞ്ഞു. അങ്ങനെ ഞാൻ ആ +2 കഴിഞ്ഞ സമയത്ത് ഇപ്പോ ആ ഒരു 19th ബാച്ചിൽ ജോയിൻ ചെയ്യാനുണ്ടായത്. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജോയിൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പ്രസംഗ മത്സരങ്ങളിലും അതുപോലെ തന്നെ ചെറുപ്പം മുതലേ സ്റ്റോറി കോമ്പറ്റീഷനുകളൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എത്ര സംസാരിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എനിക്ക് സാധാരണ പേടിയായിരുന്നു. ഒരു മൈക്ക് കിട്ടിക്കഴിഞ്ഞാല് സംസാരിക്കാൻ അറിയാം, ബട്ട് ആ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം, ഒരു പേടി. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. അതായത് ഇപ്പൊ നമ്മളൊരു ടോപ്പിക് തയ്യാറാക്കുമ്പോ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരു വലിയൊരു ഓഡിയൻസിന് മുന്നിൽ നിന്നിട്ട് സംസാരിക്കുമ്പോ. അപ്പോ അവിടെ നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം. ഇപ്പോ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുപാട് നേരം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ
ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ട്രെയിനേഴ്സ് കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. എനിക്ക് ലൈഫിൽ, അതായത് സംസാരത്തിൽ മാത്രമല്ല, എന്റെ ലൈഫിലും ഒരുപാട് ചേഞ്ചസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ഒരു ട്രെയിനേഴ്സ് ടോൾക്കില് നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് സ്റ്റെഫി മാം ആണ്. മാം ഒരു മെഡിറ്റേഷണൽ ട്രെയിനർ ആണ്, ഇമോഷണൽ വെൽനസ് ട്രെയിനർ ആണ്, EFT പ്രാക്ടീഷണർ ആണ്. അതുപോലെ തന്നെ 19th ബാച്ചിലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനർ ആണ്. ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അൺലോക്ക് ദ സീക്രട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ത്രൂ ഇമോഷണൽ ആൽക്കമി. അപ്പോ മാനിഫെസ്റ്റേഷനിലൂടെ ഒരുപാട് അച്ചീവ്മെന്റുകൾ എടുത്തവരുണ്ട്. അപ്പോ ഇതിന്റെ മിസ്റ്ററിയും അതുപോലെ തന്നെ ഒരുപാട് സീക്രട്ടും കാര്യങ്ങളൊക്കെ മാമിൽ നിന്ന് നമുക്ക് കേൾക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സെഷനിലോട്ട് സ്റ്റെഫി മാമിനെ വെൽക്കം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ഒരു ക്ലാസ്സിലോട്ട് ഞാൻ വെൽക്കം ചെയ്യാണ്. വെൽക്കം സ്റ്റെഫി മാം. താങ്ക് യു ഫിദ മാം. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവരും നല്ല ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. മാം പറഞ്ഞതുപോലെ ഒരു മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, ഒപ്പം EFT പ്രാക്ടീഷണർ ആണ്. നമ്മുടെ വിംബൽ അക്കാദമിയിലെ 19th ബാച്ച് സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വിംബൽ അക്കാദമിനോടും അതുപോലെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും പ്രത്യേക ഫൈസൽ സാറിനോടുമുള്ള നന്ദി പറയാണ്. അതുപോലെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോ തന്ന ഫിദ മാമിനോടുമുള്ള എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി പറയുന്നു. ഒപ്പം ഇന്ന് സൺഡേ ആണല്ലേ, എല്ലാവരും പല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്ന ഒരു സമയമാണ്. എന്നാലും നമ്മൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന 34 പേര് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദിയും അതുപോലെ സ്നേഹവും അറിയിക്കുകയാണ്. അപ്പോ മാം പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്, എന്റെ വോയിസ് ഒക്കെ ഓഡിയബിൾ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോ നമ്മുടെ കുറച്ച് സമയത്ത് ഡിസ്കഷൻ എടുത്തിരിക്കുന്ന ടോപ്പിക് അൺലോക്ക് ദ സീക്രട്ട് കോഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ത്രൂ ഇമോഷണൽ ആൽക്കമി എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. നമ്മൾ സെഷനിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ഐ വോണ്ട് ടു ആസ്ക് യു വൺ തിങ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട 4 ഏരിയകളുണ്ട്. അതായത് എപ്പോഴും ബാലൻസിൽ കൊണ്ടുപോകേണ്ട 4 ഏരിയകൾ. നമ്മുടെ ലൈഫ് ഒരു സമചതുരമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ, സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ്? 4 വശങ്ങൾ ഒരുപോലെ ആയിരിക്കും അല്ലെ? അപ്പോ അതുപോലെ ഒരേ തുല്യതയോട് കൂടി കൊണ്ടുപോകേണ്ട 4 ഏരിയകളുണ്ട്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി. ഓക്കെ, അതിനെല്ലാം നമുക്ക് ഹെൽത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം അല്ലെ? ഹെൽത്ത് വൈസ് നമ്മൾ ഈ പറഞ്ഞ 4 ആംഗിളിലും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ നെക്സ്റ്റ്ലി അടുത്തത് ഫൈനാൻഷ്യലി എന്ന് പറയും അല്ലെ? 4 ഏരിയകളാണ് നമുക്ക് ബാലൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ, മെറ്റീരിയൽ വേൾഡുമായിട്ട് കണക്ഷൻ ഉള്ള ഏതൊരാൾക്കും, മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ എർത്തലി ലൈഫുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും ബാലൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ട 4 ഏരിയകൾ: ഹെൽത്ത്, ഫൈനാൻസ് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയാം, അതുപോലെ റിലേഷൻഷിപ്പ്, ദെൻ ജോബ് ആൻഡ് കരിയർ. ഒരു സമചതുരത്തിന്റെ 4 വശങ്ങളും ഒരുപോലെ ആയാലാണ് നമ്മൾ അതിനെ സമചതുരം എന്ന് വിളിക്കുക അല്ലെ? അതിൽ ഒരു വശത്തിന്റെ നീളത്തിന് എന്തെങ്കിലും കുറയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ, യെസ് എക്സാക്ട്ലി, അപ്പോ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, കറക്റ്റ്. അപ്പോ ഈ പറഞ്ഞ 4 വശങ്ങളിൽ ഒരു വശത്തിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വന്നാൽ നമ്മൾ അതിനെ സമചതുരം എന്ന് വിളിക്കോ? ഇല്ല, അതിന്റെ രൂപമേ മാറിയല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇതിലെ ഏതെങ്കിലും ഒരു വശത്തിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അത് മറ്റു വശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു എക്സാക്റ്റ് രൂപമില്ലാത്ത രീതിയിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്,
ഒരു നിമിഷം എടുത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ പറഞ്ഞ 4 മേഖലകളിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇംബാലൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി ഇല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നിമിഷം എടുത്തിട്ട് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ 4 മേഖലകളിൽ ഞാൻ കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് സൗണ്ട് ആണോ എന്നുള്ളത്. നിങ്ങൾ അതിൽ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെ? ഇനി അതല്ല, ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യുകയാണ്, ഞാൻ സ്റ്റക്ക് ആയിരിക്കുന്നത് പോലെ ചെയ്യുകയാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരു മേഖല എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ യെസ് ഷുവർ വൺ ഇംപ്രൂവ്മെന്റ്സ്, അല്ലെ? അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് മറ്റു മേഖലയെ എങ്ങനെ ബാധിക്കാന്നുള്ളതിന് 2 എക്സാമ്പിൾ നോക്കിയാലോ നമുക്ക്? 2 അപ്രോച്ച്. ഓക്കെ, അതിൽ 2 ക്യാരക്ടർ നമുക്ക് എടുക്കാം. ആദ്യത്തെ എക്സാമ്പിളില് ആ വ്യക്തിയുടെ പ്രശ്നം ആരോഗ്യ മേഖലകളിലാണെന്ന് സങ്കല്പിക്കാം. ആ വ്യക്തിക്ക് ഇടയ്ക്കിടെ അസുഖങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ മാറി മാറി കാണിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആണ്, മെഡിസിൻ എടുക്കണം. അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മറ്റ് ഏരിയകളെ അതെങ്ങനെയായിരിക്കും ബാധിക്കുക ഒന്ന് പറയാമോ? ആ വ്യക്തിയുടെ പ്രശ്നം ആരോഗ്യ മേഖലകളിലാണ്. ഓക്കെ, ഇനി 3 മേഖലയുണ്ട്: ജോബ് ആൻഡ് കരിയർ, ഫൈനാൻഷ്യൽ, റിലേഷൻഷിപ്പ്. ഈ മേഖലകളെ എങ്ങനെ ബാധിക്കും ഒന്ന് പറയാമോ? വെൽത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും എക്സാക്ട്ലി. അല്ലേ? യെസ് യെസ്. പിന്നെ ടൈം വിനിയോഗിക്കാൻ പറ്റൂല, വർക്ക് പ്ലേസിൽ ലീവ് എടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും, അല്ലെ? അപ്പൊ ക്വാളിറ്റി ആരോഗ്യം ടൈം ഫ്രണ്ട്സിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റൂല, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. എക്സാക്ട്ലി, താങ്ക് യു. അപ്പോ അതാണ് ആരോഗ്യ പ്രശ്നത്തിൽ തുടങ്ങി, അത് പതുക്കെ നമ്മുടെ ജോബിനെ എഫക്ട് ചെയ്തു. ജോബിന് പോകാതിരിക്കുന്ന എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ ഇനീഷ്യലി നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജോബ് അതിന്റെ കാര്യം ഏകദേശം എന്താണ് തീരുമാനമായി എന്ന് പറയല്ലേ. ഇതേപോലെ ഇനി ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിലാണ് പ്രശ്നം എന്ന് വിചാരിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കും. ആ വ്യക്തിയുടെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മറ്റും ഇത് എങ്ങനെ ബാധിക്കും? റിലേഷൻഷിപ്പില് എപ്പോഴും ബുദ്ധിമുട്ടാണ്, ആള് മെന്റലി വളരെയധികം വീക്കാണ്, അയാളുടെ മറ്റു മേഖലകൾ എങ്ങനെയായിരിക്കും? മെന്റലി വീക്ക് ആകുന്നവർ എപ്പോഴും ഫിസിക്കലി വീക്ക് ആയിരിക്കും. വീക്കായിരിക്കും. അപ്പോ ഹെൽത്തി ആവില്ല. ഹെൽത്തിന് ബുദ്ധിമുട്ട് വരുമ്പോ വെൽത്തും പ്രോബ്ലത്തിലാകും. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്താണ് കണക്റ്റഡ് പ്രശ്നങ്ങളാണ്, അല്ലെ? അപ്പൊ ഇതിനെ മൊത്തത്തിൽ ഒരു സൗണ്ട്നെസ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ലൈഫിന് ഇമ്പ്രൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്ക് ആണ്, ശരിയാവില്ല, ഈ പോയതുപോലെ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. വർക്ക് വല്ലാതെ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യാണ്, അതുകൂടാതെ യെസ് എല്ലാം വീക്കാവും. അപ്പോ ഹാർഡ് വർക്ക് കൂട്ടി നന്നായിട്ട് പ്രെയർ ചെയ്യാൻ തുടങ്ങി, ഒരുപാട് വിഷ്വലൈസേഷൻ ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ലാണ് എഫേർട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഒരു വിഭാഗത്തിന് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്, അല്ലെ? ഞാൻ ഒരുപാട് കാലമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാണ്, പക്ഷേ എന്തു പറ്റുന്നില്ല? ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല, അല്ലെ? ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഈ ചോദ്യത്തിന്റെ എക്സാക്ട്ലി സൊല്യൂഷൻ എന്തുകൊണ്ടായിരിക്കും അവരുടെ എഫേർട്ടിന് ഫലം കിട്ടാത്തത് എന്നുള്ളത് നമ്മൾ എൻഡ് ആവുമ്പോഴേക്കും എക്സാക്ട്ലി മനസ്സിലാക്കും. ഓക്കെ, അപ്പോ 2 വേർഡുകൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 2 വേർഡുകൾ ഞാൻ പറയാം. ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ, 2 മാനിഫെസ്റ്റേഷൻ. ഈ 2 വാക്കുകളും നമുക്കിപ്പോ വളരെ ഫെമിലിയർ ആണ്, അല്ലെ? നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെ? നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന 2 വാക്കുകളാണ്. ലോ ഓഫ് അട്രാക്ഷനില് ഇതുവരെ
കുറച്ചായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് അതിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ആഗ്രഹിച്ചാൽ ആ കാര്യത്തിലേക്ക് നമ്മൾ എന്തായാലും എത്തുന്നു. ഓക്കെ, Assertiveness. തമ്മിൽ എന്താണ് ഡിഫറൻസ്, അല്ലെ രണ്ടും സെയിം ആണോ? എന്താണ് അതിന്റെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത് രണ്ടിലും വർക്കാണ് എനിക്ക് തോന്നുന്നത്. ഉയർത്തണം അല്ലെ? ഓക്കെ, ഫൈൻ. ഇതൊക്കെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഇന്ന് രാവിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താണെന്നറിയോ? ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി 2-3 ആളെടുത്ത് ഷെയർ ചെയ്തു. നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഈവനിങ് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒന്ന് പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എന്താണ്, എന്തിനെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ് ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ്. അപ്പോ അവര് പറഞ്ഞ ആൻസർ കേട്ട് ഞാൻ തന്നെ ഷോക്കായി പോയി സത്യം പറഞ്ഞാല്. എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, മാനിഫെസ്റ്റേഷൻ ഒന്നും നമ്മൾ ചെയ്യാറില്ല, അയ്യോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നമ്മളില്ല, അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ് കയറിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറത്ത് ഇനിയും ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് കുറച്ചും കൂടി ആപ്റ്റ് ആണെന്ന് തോന്നി. അപ്പോ ഇന്നത്തെ നമ്മുടെ വെബിനാറിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ പോർഷനിൽ മാനിഫെസ്റ്റേഷന്റെ ബാക്കിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സിനെ പറ്റിയിട്ടാണ്. അതുപോലെ എന്താണ് റിയൽ മാനിഫെസ്റ്റേഷൻ, മാനിഫെസ്റ്റേഷന് റിസൾട്ട് കിട്ടാതിരിക്കുന്നതിന്റെ എക്സാക്ട് റീസൺ എന്താണ്, അതിനുള്ള പോംവഴി എന്താണ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ്. നമ്മുടെ ചെറുതോ വലുതോ ദീർഘമുള്ളതോ ഷോർട്ട് ടേമോ ആയിട്ടുള്ള ഗോൾസിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ. ഈ പ്രക്രിയ നടക്കുന്നത് ആകർഷണ നിയമം അനുസരിച്ചിട്ടാണ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്? ഒന്നാമത്തെ കാര്യം, മാനിഫെസ്റ്റേഷൻ മീൻസ് തിങ്കിങ് പോസിറ്റീവ് ഓൾ ദ ടൈം. ഞാൻ എല്ലാ സമയവും പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഡ്രീംസ് എൻ്റെ കയ്യിലേക്ക് വരുള്ളൂ. ഞാൻ എല്ലാ സമയവും പോസിറ്റീവായിട്ട് ഇരിക്കണം. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ഇറ്റ് പോസിബിൾ ടു സിറ്റ് ഓൾ ദ ടൈം ഓർ തിങ്ക് പോസിറ്റീവ്ലി ഓൾ ദ ടൈം? പറ്റുമോ? 24 കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ? നമ്മൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താൽ പറ്റും. പറ്റും. ഇപ്പൊ പറ്റുന്നില്ല. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ 24/7 ഹവേഴ്സും നമുക്ക് എന്താ പറയാ കൺഫ്യൂഷൻ ഇല്ലാതെ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് കംപ്ലീറ്റ്ലി പുറത്തായിരിക്കണം. എന്നെ കൊണ്ട് പറ്റില്ല. എൻവയോൺമെന്റിനനുസരിച്ചിരിക്കും നമ്മുടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പോ ലൈഫിൽ ഒബ്ലിഗേഷൻസും അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളു. ഇപ്പൊ എന്റെ കാര്യത്തിലോട് ചോദിക്കുകയാണെങ്കിലും ഹോണസ്റ്റ്ലി ഐ കാൻ കംപ്ലീറ്റ് ടൈമും ഇതേപോലെ ഇരിക്കാൻ. ആസ് എ മെഡിറ്റേഷൻ ട്രെയിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന കാര്യം ഇൻസ്റ്റന്റ്ലി നമ്മുടെ തോട്ട്സിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട്സ് വന്നാൽ നോ പ്രോബ്ലം, നമ്മൾ അതിനെ ഇൻസ്റ്റന്റ് ടൈമിൽ തന്നെ അപ്പോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവരുത്. അപ്പോ ഒന്നാമത്തെ കാര്യം, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആദ്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന മിസ്റ്റേക്ക്, ഡോണ്ട് പുഷ് യുവർ സെൽഫ് ടു ബി സൈലന്റ് ഓർ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? ധ്യാനത്തിന്റെ പൊസിഷനിൽ ഇരിക്കുക, കണ്ണടക്കുക, നിർത്താതെ ശ്വാസം എടുക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്നും ചിന്തിക്കരുത്, വേറെ ഒരു തോട്ടിലേക്കും പോകാൻ പാടില്ല അല്ലെ? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ആണോ? നിങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ആരടുത്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണിത്. അയ്യോ എന്നെ കൊണ്ട് കഴിയില്ല, ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയും. ആൻഡ് ഞാനൊരു കാര്യം പറയാം, ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്, ഡോണ്ട് ഡു ദാറ്റ് മൈ ഡിയർ. അങ്ങനെ ചെയ്യരുത് ഒരു കാരണവശാലും. ബിഗിനേഴ്സ് നമ്മുടെ മൈൻഡിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സിനെ അനലൈസ് ചെയ്യാണ് വേണ്ടത്. ഇതുകൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫെയിൽ ആയി പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ, നമ്മുടെ ഒരേ ഒരു ഫോക്കസ്
കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ എന്താ വേണ്ടത് ശരിക്കും? ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതില് ഒന്നാമത്തെ പോയിന്റ് നോട്ട് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യം ഇമോഷണൽ ഹോണസ്റ്റി ആണ്. എന്താണ്? ഇമോഷണൽ ഹോണസ്റ്റി. നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യണം, നാച്ചുറൽ ആയിട്ട്. ഇപ്പൊ നമുക്ക് സങ്കടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്ത് വെക്കുകയല്ല വേണ്ടത്. നമുക്ക് ആങ്കർ തോന്നുകയാണെന്നുണ്ടെങ്കിലും അതിനെ സപ്രസ് ചെയ്തിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. അതിന് മറ്റൊരു വഴിയുണ്ട്. അപ്പോ ആദ്യം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് അംഗീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ പോസിറ്റീവ്ലി ഇരിക്കാനല്ല, മനസ്സിൽ ചിന്തകൾ വരാതിരിക്കാനുള്ള ഒരു ഹൈഡിങ് പ്ലേസ് ആയിട്ട് മെഡിറ്റേഷനെയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നോടി ഒളിക്കാനുള്ള ഒരു ഹൈഡിങ് ആയിട്ടോ മാനിഫെസ്റ്റേഷനെ കാണാനോ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിൽ ഹോണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ആത്മാവിനോട് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. നമ്മുടെ ഇന്നർ സെൽഫിനോട് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം. ഓക്കെ? അപ്പൊ ഇമോഷണൽ ഹോണസ്റ്റി ആണ് ആദ്യത്തെ കാര്യം. ഓക്കെ? സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ. Yes, yes. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഐ ക്യാൻ അട്രാക്ട് എനിത്തിങ് ത്രൂ മാനിഫെസ്റ്റേഷൻ ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസസ് ഓഫ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷനിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണോ അതൊക്കെ എൻ്റെ കയ്യിലേക്ക് എത്തും. വിഷ്വലൈസേഷൻ ഈസ് എ പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ. ദാറ്റ്സ് കറക്റ്റ്. നമുക്ക് വിഷ്വലൈസേഷൻ ആവശ്യമുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഓൺലി നമ്മുടെ കൂടെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ചില ഇമോഷണൽ ബേർഡൻസ് ഉണ്ട്. ഇതിനെ എപ്പോഴാണോ നമ്മൾ അഴിച്ചു വെക്കാൻ റെഡി ആകുന്നത് അതിനുശേഷം മാത്രമേ നമുക്ക് വിഷ്വലൈസേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് എംപ്റ്റി റിച്വൽ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ അത് നോട്ട് ചെയ്യുക. നമുക്ക് വേണ്ടത് നമ്മുടെ ഇമോഷണൽ വൂണ്ട്സിനെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ഹീൽ യുവർ ഇമോഷണൽ വൂണ്ട്. ഓക്കെ? അതിനുശേഷം മാത്രമേ വിഷ്വലൈസേഷൻ എഫക്റ്റീവ് ആകുള്ളൂ. അപ്പം ഇവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. നമ്മളെല്ലാം ഒളിപ്പിച്ചിട്ട് വിഷ്വലൈസേഷൻ സ്വപ്നം കണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നടക്കും എന്നില്ല. ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ്. തേർഡ് പോയിന്റ്, മാനിഫെസ്റ്റേഷൻ ഈസ് കോംപ്ലക്സ്. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല, എന്നോടത് പറയേ വേണ്ട. ഇന്ന് രാവിലെ സംഭവിച്ചതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തയും ഓരോ ഫീലിങ്സും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അതായത് ഓരോ നിമിഷവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോകുക എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് രണ്ട് രീതിയിൽ ചിന്തിക്കാം അല്ലെ? ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞേ, അതായത് നെഗറ്റീവ് ആയിട്ട് എങ്ങനെ ചിന്തിക്കുക എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇന്റർവ്യൂവിന് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ചെയ്യാൻ സാധ്യതയുള്ള നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ എന്തായിരിക്കും? പോയിട്ട് കാര്യമില്ല, കിട്ടും തോന്നിയില്ല. ഞാൻ പോകുന്ന വഴിക്ക് ബ്ലോക്ക് ആവോ, ട്രാഫിക് ജാം ഉണ്ടാവോ, ബസ് അല്ലേ? കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വരും അല്ലെ? ഇതാണ് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ. ഇതിന് പ്രത്യേകം നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണോ? പ്രത്യേകം നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കണോ? വേണ്ട അല്ലെ? ഇതേപോലെ തന്നെ ഓരോ സമയം നമ്മൾ ഒരു പനി പിടിച്ച് കിടക്കുകയാണ്. പനി പിടിച്ച് കിടക്കുമ്പോൾ നമ്മൾ പറയും നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ദൈവമേ നാളെ ആകുമ്പോ ഞാനൊന്ന് റെഡി ആയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ഇതും ഒരു രീതിയിൽ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ഇത് ചെയ്യുന്നില്ലേ? അപ്പോ അതിന് പിന്നിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നല്ലോ അല്ലേ? അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും യെസ് വർഷങ്ങളുടെ പ്രാക്ടീസ് അല്ലേ എന്ന് എന്താ ഉദ്ദേശിച്ചത്? അത് മനസ്സിലായി? നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നല്ലേ എന്ന് ഉദ്ദേശിച്ചത്. ഓട്ടോമാറ്റിക്കായി വന്നോളൂല്ലോ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ എന്താണോ ഇവിടെ രണ്ട് രീതിയിൽ രണ്ട് സിറ്റുവേഷനിലും നമ്മുടെ എനർജി രണ്ട് രീതിയിലായിരിക്കും അല്ലെ? അപ്പോ അവിടെ രണ്ട് പോസിബിലിറ്റീസ് വന്നു. ഇതാണ്
നെഗറ്റീവ് മാനിഫെസ്റ്റേഷനും പോസിറ്റീവ് മാനിഫെസ്റ്റേഷനും. ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഡെയിലി ചെയ്യുന്നുണ്ട്. ഇനി 4ാമത്തെ പോയിന്റ്, മാനിഫെസ്റ്റേഷൻ ഈസ് മാജിക് അല്ലെങ്കിൽ സൂപ്പർസിഷൻ. ഒരു അന്ധവിശ്വാസമായിട്ട് അല്ലെങ്കിൽ ഒരു മാജിക് ആയിട്ട് മിറാക്കിൾ ആയിട്ട് കാണുന്നവര് ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സ് പറയുന്ന ഒരു മിത്തായിട്ടൊക്കെ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതിന് പിന്നില് നിങ്ങൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? ആക്ച്വലി കേട്ടിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ന്യൂറോ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, കംപ്ലീറ്റ്ലി റൂട്ടഡ് ടു ന്യൂറോ സയൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ്, അതുവഴി നമ്മൾ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ദെൻ നമ്മുടെ റിയാലിറ്റി ഫോം ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി റൂട്ടഡ് ടു ന്യൂറോ സയൻസ്. അപ്പോ ഇതൊരു മാജിക് ആണോ അല്ലെങ്കിൽ ഒരു സൂപ്പർസിഷൻ ആണോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലെ. അതിന് പിന്നില് ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, അല്ലാതെ മാജിക്കോ മിറാക്കിളോ മാത്രമല്ല. ഓക്കെ, അപ്പൊ അതിന് പിന്നില് കൃത്യമായ പ്രാക്ടീസ് ഉണ്ട്. ഈ പോയിന്റ് ക്ലിയർ ആണോ? മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ്ലി റൂട്ടഡ് ടു ന്യൂറോ സയൻസ്. ഇവിടെയും നമുക്ക് ബേസ് ഇമോഷൻസ് ആണ് അല്ലെ, നമ്മുടെ ഇമോഷണൽ ബാലൻസ് ആണ്. 5th വൺ എന്ന് പറയുന്നത് ട്രൈയിങ് ടു മാനിഫെസ്റ്റ് ഫ്രം ഈഗോ. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കമ്പാരിസൺ. അവർക്ക് അത് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ അതുപോലെ, ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ ആണ് ഫ്രം ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷന് എന്താണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് ആയിരിക്കണം ആവശ്യപ്പെടേണ്ടത്. അപ്പോ നമ്മുടെ സോളിന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിന്, ഇന്നർ ഗ്രോത്തിന് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഗ്രോത്തിന് എന്താണോ ആക്ച്വലി നീഡഡ് ആയിട്ടുള്ളത് അതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോ 5th പോയിന്റ് അതാണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതുപോലെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇനിയും നമുക്ക് പറയാനുണ്ട് മാനിഫെസ്റ്റേഷനിൽ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മള് ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് ഒരുപാട് രീതിയിലുള്ള ഫെയിലിയേഴ്സ് വരുന്നതായിട്ട്, അതായത് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് പല ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് പറയാറുണ്ട്. അതായത് നമ്മൾ പറയും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, ഇത്ര ടൈമിന്റെ ഉള്ളിൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ആക്ഷൻസിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാതെ, അവരുടെ കൃത്യമായിട്ട്, ഇപ്പൊ ഒരു വില്ലനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ് നമ്മുടെ ലൈഫിലെ ആക്ച്വൽ, അറിയാവോ ആരായിരിക്കും? നമ്മുടെ ചിന്തകള്, നമ്മുടെ ഇമോഷൻ. ഓരോ പോയിന്റ്സിലും ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. സോ അതാണ് നമ്മുടെ മുന്നിലെ ഏറ്റവും വലിയ എന്നല്ല ഒരേ ഒരു തടസ്സം. അപ്പോ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇമോഷണൽ അലൈൻമെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ് റിയൽ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? മാനിഫെസ്റ്റേഷൻ എന്താന്ന് പറഞ്ഞു, നമ്മുടെ ഡ്രീംസിനെ റിയാലിറ്റിയിൽ കൊണ്ടുവരലാണ്. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു? ഓൺലി വർക്ക് യുവർ വൈബ്രേഷൻസ് ആർ മാച്ച്ഡ്. ക്ലിയർ ചെയ്ത് തരാം. അതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ഒരു ചെറിയ വീഡിയോ, സാമ്പിൾ വീഡിയോ ആണ്. സ്ക്രീന് ക്ലിയർ ആവുന്നുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. എന്റെ സ്ക്രീന് കാണാവോ? ഓക്കെ ആണ് മാം. Yes, കാണാം.
ഓക്കെ, ഇതെന്താണെന്ന് പറയാവോ? ഫ്രീക്വൻസി സെയിം ആവുമ്പോഴേ സെയിം ഫ്രീക്വൻസി ആവുമ്പം ഒരു വൈബ്രേഷൻ ഒരു ചേഞ്ച് വരുന്നു. റെസൊണൻസ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയും. കൃത്യമായിട്ട് നമ്മുടെ എനർജി മാച്ചിനുള്ള ഒരു മെറ്റഫർ ആണിത്, ഒരു സാമ്പിള്. ഓക്കെ, ഇതിനെ ഞാൻ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോ നിങ്ങളൊരു മോട്ടിവേഷൻ ക്ലാസ്സിലാണെന്ന് വിചാരിക്കും. വളരെയധികം ഇൻസ്പയർ ആയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് അവിടുത്തെ സാറ് പറയാണ്, നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ ഫൈൻ, 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്നതായിരിക്കണം എന്ന് നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോ നമുക്കൊരു ഡിസയർ ആയിട്ടുള്ള ഔട്ട്കം നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും ആ ഔട്ട്കമ്മിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ എന്തായിരിക്കും? നോർമലി നമ്മൾ നല്ല ഒരു ഗോളാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ വൈബ്രേഷൻ? എന്തായിരിക്കും? ഹൈ വൈബ്രേഷൻ ആയിരിക്കും അല്ലേ? അല്ലേ? അന്നേരം ഹൈ അതെ. വൈബ്രേഷൻ ആയിരിക്കും ആ സമയത്ത്. ഓക്കെ, ആ സമയത്ത് നമുക്ക് ഹൈ വൈബ്രേഷൻ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ നോക്കുകയാണ്. ശരിയൊക്കെ തന്നെ, ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പക്ഷേ ഇതെങ്ങനെ നടക്കൂ? ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഇതിന് കുറെ സമയം എടുക്കൂലേ? അല്ലെങ്കിൽ ഞാൻ ഇത് എങ്ങനെ ചെയ്തു തീർക്കും? ഇങ്ങനെ കുറെ സംശയം വന്നു അല്ലെ? ഈ ഒരു ഒറ്റ കൺഫ്യൂഷൻ മതി നമ്മുടെ എനർജി മിസ്മാച്ച് ആകാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ ഗോളിനോട് മാച്ച് ആവുന്ന ഫ്രീക്വൻസി നമുക്ക് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അവിടെ എന്ത് പാസ് ചെയ്യുള്ളൂ? ആ ഒരു എനർജി പാസ് ചെയ്യുള്ളൂ. അതാണ് നമ്മളിപ്പോ കണ്ട വീഡിയോ. സെയിം ഫ്രീക്വൻസിയുള്ള വൈബ്രേഷൻസ് വരുമ്പോഴാണ് അവിടെ എനർജി പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ബോൾ മൂവ് ആവുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിലും എനർജി ഫ്ലോ വേണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കറന്റ്ലി ഉള്ള നമ്മളും ആ പറയുന്ന ഡിസയറിലുള്ള നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു മാച്ച് വേണം. മീ വേഴ്സസ് മീ എന്ന് പറയല്ലേ? ഈ രണ്ട് മീയും തമ്മിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യണം. ഹൗ? എങ്ങനെ? നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുക, അതായത് നമ്മുടെ ഡിസയർ ഔട്ട്കം ഹൈ വൈബ്രേഷനിലും നമ്മൾ കുറച്ച് കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. നോ പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഫ്രീക്വൻസി അങ്ങോട്ട് റേസ് ചെയ്താൽ മതി അല്ലെ? നമ്മുടെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ്, നമ്മുടെ വാക്കുകള്, ചിന്ത, അതുപോലെ പ്രവൃത്തി, ഇതിന്റെ എല്ലാം ഒരു ആകത്തുകയായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ വൈബ്രേഷനും വരുന്നത്. ഇതൊക്കെ തന്നെ യൂണീക്ക് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാൾ അത്രയും യൂണീക്ക് ആണ് എനർജി വൈസിൽ. അപ്പോ ഈ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് റേസ് ചെയ്തെടുക്കാം? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഔട്ട്കമ്മിലേക്ക് എത്താനായിട്ട്, നമ്മുടെ ഡ്രീമിലുള്ള നമ്മുടെ ഫ്രീക്വൻസിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? അതാണല്ലേ നമ്മൾ സാധാരണ വിഷ്വലൈസേഷനിൽ പറയുമല്ലേ? നമുക്കത് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റണം എന്ന് പറയും. ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണമെങ്കിൽ വെറുതെ വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നാ അത് പ്രാക്ടിക്കൽ ആകുമോ? ഇല്ല. അപ്പോ അതിന് പിന്നിലുള്ള കാര്യമാണ് ഇമോഷണൽ അലൈൻമെന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ എനർജി റേസിംഗ് എന്ന് പറയുന്നത്. 3 ഫേസിലാണ് നമ്മൾ എനർജി റേസ് ചെയ്യേണ്ടത്. ഒന്നാമത്തേത് ഫിസിക്കൽ എനർജിയാണ്. ഫിസിക്കൽ എനർജി റേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? ഫിസിക്കൽ എനർജി റേസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ ശാരീരികമായിട്ടുള്ള ഊർജം കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നല്ല യോഗ. ഫുഡ്, പിന്നെ എക്സർസൈസ്, എക്സസൈസ്, ഹെൽത്തി ഫുഡ്. ഹെൽത്തി ഫുഡ്. ഫുഡ് അല്ലെ? ആദ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള, ന്യൂട്രീഷ്യൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമ്മുടെ ബോഡി ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുക. 3, നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ റെസ്റ്റ് കൊടുക്കുക, എക്സസൈസ് ചെയ്യുക, അതുപോലെ നേച്ചർ വോക്ക് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കൽ എനർജി റേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ?
ഇനി രണ്ടാമത്തത് ഇമോഷണൽ എനർജിയാണ്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം അല്ലെ. ഇമോഷണൽ എനർജി റേസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനൊരു സീക്രട്ട് കോഡ് പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ഇമോഷണൽ ആൽക്കമി എന്ന് പറയുന്നത്. ആൽക്കമി എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? അറിയായിരിക്കും. എന്താണ് ആൽക്കമി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ആൽക്കമി പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? അറിയാവോ? ലെഡിനെ ഗോൾഡ് ആക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ എന്താ പറയാ വേർത്ത്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പ്രഷ്യസ് ആയിട്ട് മാറ്റുന്നതിനെയാണ് ആൽക്കമി എന്ന് പറയുന്നത്. അതായത് ലെഡിനെ ഗോൾഡ് ആക്കുന്നത് പോലെ വാല്യൂ ഇല്ലാത്തതിനെ പ്രഷ്യസ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആൽക്കമി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇമോഷണൽ ആൽക്കമി എന്തായിരിക്കും? പറയാമോ? എന്തായിരിക്കും ഇമോഷണൽ ആൽക്കമി? നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ തോട്ട്സിനെ നമ്മള് നല്ല പോസിറ്റീവ് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാം. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള പെയിനിനെ, അതിനെയാണ് നമ്മൾ ലെഡ് എന്ന് പറയുന്നത്. ആ പെയിനിനെ നമ്മുടെ സ്ട്രെങ്ത് ആയി മാറ്റുക എന്നുള്ളതാണ് ഇമോഷണൽ ആൽക്കമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തത്, റിയലൈസ് വാട്ട് പെയിൻ ആർ യു ക്യാരി. എന്താണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു വേദന എന്നുള്ളത് എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇമോഷണൽ ആൽക്കമിയിൽ ആദ്യം നമുക്ക് മെറ്റീരിയൽ വേണം അല്ലെ, ലെഡ് വേണം, എന്നാലേ നമുക്ക് അതിന് കൺവേർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഉള്ളില് ഇപ്പോഴും ക്യാരി ചെയ്ത് വരുന്ന ആ പെയിൻ എന്താണ് എന്നുള്ളത് റിയലൈസ് ചെയ്യുക, വെദർ ഇറ്റ്സ് ഫിസിക്കലി ഓർ ഇമോഷണലി. ഓക്കെ, അതാണ് ആദ്യം. റിയലൈസ് ചെയ്യുക എവിടെയാണ്, എന്താണ് എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ റീസൺസ് ബിഹൈൻഡ് ദാറ്റ്. എന്താണ് ആ വേദനക്ക് പിന്നിലുള്ള റീസൺ? മേ ബി പ്രത്യക്ഷമായിട്ടുള്ള റീസൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി റീസൺസ് ഉണ്ടാവാം. എന്താണെങ്കിലും ആ വേദനക്ക് പിന്നിലുള്ള റീസൺസ് കണ്ടുപിടിക്കുക. അതായത് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയും അല്ലെ. നമ്മൾ ഈ ലെഡിനെ ഗോൾഡ് ആക്കുമ്പോൾ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പെയിനിനെ സ്ട്രഗിൾസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ദെൻ മൂന്നാമത്തത്, ആക്സെപ്റ്റ് ഇറ്റ്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇംബാലൻസ് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിക്കുക. അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചക്ര മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഇമോഷണൽ വെരിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയാം അതിന്. അതായത് ഓരോ ഓർഗൻസും അത് റിലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ചക്ര ബേസ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ഇമോഷണൽ ബ്ലോക്കേജസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഓരോ ചക്രാസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഇമോഷൻസിനെ പഠിക്കും ആ സമയത്ത്. അതിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതിൽ എന്തൊക്കെയാണ് എനിക്ക് ബ്ലോക്ക് ആയിട്ടുള്ളത്, എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ത്രൂ ചക്ര മെഡിറ്റേഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹാർട്ട് ചക്രയുടെ കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പല വേദനകളും, ഷോൾഡർ പെയിൻ, ഹാർട്ട് പെയിൻ, ചെസ്റ്റ് ടൈറ്റ്നസ്, അതുപോലെ കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്ന സമയത്ത് വെദർ അവർ ഫിസിക്കലി എന്തെങ്കിലും ഫുഡ് റിലേറ്റഡ് ആയിട്ട് അവര് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം. അതല്ല എങ്കിൽ അവരുടെ ഹാർട്ട് ചക്രയെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അകത്തട്ടിൽ ചെന്നിട്ട് പരിശോധിക്കാന്ന് പറയില്ല. ആ രീതിയിൽ പരിശോധിക്കണമെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരിക്കണം? സെൽഫ്ലി അത് റിയലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഓരോ ചക്ര ബേസ് ആയിട്ട് നമ്മളത് പഠിക്കുകയാണ്, ഇമോഷൻസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കറക്ഷൻ ആണ്. എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ പാസ്റ്റ്, അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ഇമോഷൻസ്. ഹാപ്പി ഇമോഷൻസ് ഉണ്ടാവും,
സാഡ് ഇമോഷൻസ് ഉണ്ടാവും, ബാഡ് ഇമോഷൻസ് ഉണ്ടാവും. എന്തൊക്കെയാണോ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഇതിൽ വേണ്ടുന്നത് ഏതാണ്, വേണ്ടാത്തത് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അലൈൻ ചെയ്യാം. അതാണ് 4ാമത്തെ സ്റ്റേജ്, കറക്റ്റ് ആൻഡ് അലൈൻഡ്. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മെറ്റീരിയൽ കണ്ടുപിടിച്ചു, എന്താണ് വേദന എന്നുള്ളത് കണ്ടുപിടിച്ചു. അതിനുശേഷം അതിന്റെ ബാക്കിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ദെൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയായി. അതിനുശേഷം നമ്മൾ അണ്ടർസ്റ്റാൻഡ്, പ്രോസസ്, റിസർച്ച്. യെസ്, കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോ ഇതിന് ഇങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് അല്ലെ. ഇവിടെയാണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഈ ഒരു ഫേസ് കഴിഞ്ഞാല് മാനിഫെസ്റ്റേഷൻസ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ എനർജി അവിടെ ബാലൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിന് ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും NLP, EFT, അതുപോലെ മൈൻഡ് ബേസ്ഡ് CBT, പിന്നെ ചക്ര മെഡിറ്റേഷൻ, EFT പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ ഈ ഒരു പ്രോസസ്സ് കൂടെ കടന്നു പോകും. ഇതാണ് ഇമോഷണൽ ആൽക്കമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആൽക്കമി പ്രോസസ്സിലൂടെ കടന്നു പോയാൽ നമ്മുടെ പെയിൻ, ആ പെയിൻ വെച്ചിട്ട് തന്നെ നമുക്ക് സ്ട്രെങ്ത്തിലേക്ക് കൺവേർട്ട്, യെസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു 2-3 എക്സാമ്പിൾസ് അതിന് പറഞ്ഞു തരാം. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ട് വന്നവരാണ് എന്നൊരാള് എക്സാമ്പിൾ പറയാണെന്ന് വിചാരിക്കും. അവരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഇമോഷണൽ ആൽക്കമി വർക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെ അവർ ചിന്തിച്ചിട്ടുണ്ടാവുന്ന കാര്യം, ഞാൻ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തു, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് എന്നാണ്. ആസ് എ ആൽക്കമിസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഇമോഷണൽ ആൽക്കമി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ പറയും, ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പാഠങ്ങൾ പഠിക്കുകയായിരുന്നു എന്ന് പറയും. കാരണം നമുക്ക് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, നമ്മുടെ ഇത്രയും വർഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാറുണ്ട് അല്ലെ. പലപ്പോഴും പല ആളുകൾ പറയുന്ന ഒരു സങ്കടമാണത്. എവിടെയും പോയിട്ടില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ ഒരു ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനേക്കാളും നോളേജും എക്സ്പീരിയൻസും ആ ലൈഫിൽ നിന്ന് നമ്മൾ ഏൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പോ എത്രമാത്രം പെയിന് നമ്മൾ സഫർ ചെയ്യുന്നുണ്ടോ അത്രമാത്രം സ്ട്രോങ് ആകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ പെയിൻ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ റിയൽ ഹാപ്പിനെസ് കണ്ടുപിടിക്കുക? നമുക്ക് എങ്ങനെയാ അത് മനസ്സിലാവുക? സന്തോഷം എന്താണ്, സക്സസ് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സ്ട്രഗിൾസ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോ എത്ര സ്ട്രഗിൾസ് കൂടുന്നോ അവർക്കാണ് സക്സസിന്റെ ഏറ്റവും മധുരം ആസ്വദിക്കാനായിട്ട് സാധിക്കുക. അതിനാണ് വാല്യൂ, ആ ജേണിക്കാണ് വാല്യൂ. ഇത് തിരിച്ചറിഞ്ഞ് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ആൽക്കമി പ്രോസസ്സ് വർക്ക്ഔട്ട് ആവും. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി പറയാണ്, എനിക്ക് ഇനി ഒരു വ്യക്തിയോട് വല്ലാത്ത രീതിയിലുള്ള മനസ്സിൽ എപ്പോഴും എനിക്ക് വിദ്വേഷമാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഞാൻ അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് മാത്രം എനിക്ക് എന്ത് പറ്റുന്നില്ല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ആക്ച്വലി ഈ വ്യക്തി ഒരു മോശപ്പെട്ട വ്യക്തിയാണോ? ഒരാളെടുത്ത് വെറുപ്പുള്ളത് കൊണ്ട് മാത്രം അയാളൊരു മോശം വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മേ ബി ആ ഒരു ഹേറ്റ്രെഡ് എന്ന് പറയുന്ന ഒരു വികാരം എപ്പോഴാ വരികയെന്നറിയോ? നമ്മുടെ ബൗണ്ടറീസ് കടക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പോ അതുകൊണ്ട് മാത്രം നമ്മളൊരു മോശം വ്യക്തിയാകുമോ? ഇല്ല. പക്ഷേ ഈ ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വെക്കുന്നിടത്തോളം കാലം നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവും. ഹേറ്റ്രെഡ് ഈസ് എ ഡേഞ്ചറസ് ബാഡ് ഇമോഷൻ. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന ഒരു ഇമോഷനാണ്. ഈ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കും തോറും ഇത് ആരെടുത്താണോ നമുക്ക് തോന്നുന്നത് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും പറ്റാൻ പോകുന്നില്ല. നമുക്കിങ്ങനെ ഒരു സംഭവം നമ്മളത് കൊടുക്കുന്നുണ്ട് എന്ന് പോലും അവരത് ഡിസേർവിങ് ആണെങ്കിൽ നമ്മൾ പറയല്ല, കർമ്മ ഹിറ്റ്സ് ബാക്ക്, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഈ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നോളം സമയം
യെസ്, വെച്ചിരിക്കുന്നോളം സമയം നമ്മളെ നമ്മൾ പറയില്ലേ സൈലന്റ് പോയ്സൺ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഹേറ്റ്രഡ്, ജലസി ഒക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാം, ഹോപ്നോപ്പിനോ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ ഫോർഗിവ്നെസ് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാം. ഒറ്റ കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടു, നിങ്ങൾ ആ വ്യക്തിയോട് ഡയറക്ട്ലി പോയി സോറി പറയൂ, ഒന്നും ചെയ്യണ്ട. ഇവിടെ എന്തേ വേണ്ടു? നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. ഈ ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഇമോഷൻ അത് എനിക്ക് വേണ്ട, അത് എന്നെയാണ് ഹാം ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇതാണ് ആ ഒരു ഇമോഷണൽ എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഫീലിങ്സും നമ്മുടെ ഉള്ളിൽ നിന്ന് പോവും, നമ്മുടെ എനർജി ഡ്രെയിൻ ആകുകയില്ല. ഇത്തരത്തില് സ്ട്രഗിൾസിൽ ഇരുന്നു കൊണ്ട് തന്നെ അതേ സിറ്റുവേഷനെ പോസിറ്റീവ് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ആൽക്കമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? സംശയമുണ്ടോ? എക്സാമ്പിൾസ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ്. അതുപോലെ ഇൻഡ്യൂഷന്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഒരാള് ജീവിതത്തിന് നല്ല രീതിയിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യാണ്. അപ്പൊ ഒരാൾ പറയാണ് ഇത് നല്ലതാണ്, നിങ്ങൾ ഇത് ചെയ്തോ, ഓക്കെ ഫൈൻ, ഞാൻ അത് ചെയ്യാം. തൊട്ടടുത്ത ദിവസം വേറൊരാൾ പുതിയൊരു പ്ലാന് പരിചയപ്പെടുത്തുന്ന സമയത്ത് ഓക്കെ ഫൈൻ, ഞാൻ അത് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് എഫർട്ട് പല രീതിയിൽ, ഇത് എനിക്ക് ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ലൈഫിനെ എവിടെയെങ്കിലും എത്തിക്കണം എന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ ആഗ്രഹിച്ച സമയത്ത് ആരെന്ത് പറയുന്നു ആ പ്ലാൻ ഒക്കെ തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നും. എന്നിട്ട് ഇതിലൊക്കെ പോയി ജോയിൻ ആവും, എന്തെങ്കിലും പിഴവും പറ്റിയിട്ട് തിരിച്ചു വരും. ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ക്ലാരിറ്റിയാണ്. അപ്പോ ആ സമയത്ത് ഒരുപാട് ഫെയിലിയർ വന്ന സമയത്ത് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു കരക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെ. അതേ തോട്ടിനെ നമുക്ക് എന്താക്കി മാറ്റാം? എനിക്ക് ഡിസേർവിങ് ആയത് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ അത് തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ. അപ്പോ നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോയി നമ്മൾ ഫെയിൽ ആകുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. അയ്യോ ഇതും കയ്യിൽ നിന്ന് പോയോന്ന് ചിന്തിക്കാം, അല്ലെങ്കിലോ മറ്റെന്ത് രീതിയിൽ ചിന്തിക്കാം? എങ്ങനെ ചിന്തിക്കാം? നമുക്ക് വരും. എന്റെ പൊട്ടൻഷ്യൽ അവിടെ ഡിസേർവിങ് അല്ല അല്ലെ. അവർക്കത് ഓക്കെ അല്ല, ഞാൻ അതിലും വലിയ കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റി ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. സോ എനിക്ക് ഇതിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരും. ആ രീതിയിൽ ചിന്തിക്കാം. അതുപോലെ നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ബ്രേക്കപ്പ് വരാറുണ്ട് അല്ലെ. ലവ് ഫെയിലിയേഴ്സ് കുട്ടികൾക്ക് എന്നല്ല, നമ്മുടെ റിലേഷൻഷിപ്പിൽ പല രീതിയിലും ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോ നമ്മൾ നമ്മുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ്സിൽ കൊണ്ടുവിടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോ ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ കംപ്ലീറ്റ്ലി 100% സിൻസിയർ ആയി നമ്മുടെ എഫേർട്ട് മൊത്തം നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കൊടുത്തു, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, എല്ലാ സാക്രിഫൈസും നമ്മൾ ചെയ്തു. ബട്ട് സ്റ്റിൽ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ എഫേർട്ടും ഇടുന്നുണ്ട്. ബട്ട് നൗ അവസാനം നമുക്കത് പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ ജീവിതമേ അവിടെ തീർന്നു പോയിന്ന ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ ലൈഫിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം നമ്മൾ എന്ന് പറയുന്ന ആളുടെ ഈ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, ദേ ഡോണ്ട് ഡിസേർവിങ് ദാറ്റ് അല്ലേ. അപ്പൊ നമുക്കൊരു വാല്യൂ ഇല്ല. ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടും നമുക്കത് പറ്റുന്നില്ല എന്ന്, അവർക്കത് ഓക്കെ ആവുന്നില്ല എന്ന് പറയുമ്പോൾ അവരത് ഡിസേർവിങ് ചെയ്യുന്നില്ല. ഇതാണ് ആ ഒരു തോട്ടിൽ വരുത്തേണ്ട ഷിഫ്റ്റ്. ഓക്കെ. അപ്പോ നമ്മുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമ്മുടെ പെയിൻ ആണ് നമ്മുടെ സ്ട്രെങ്ത്. നാളെ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്തും നമുക്ക് പറയാൻ പറ്റണം, ഇതിൽ നിന്നും ഞാനൊന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന ഓരോ സമയത്തും നമുക്ക് പറയാൻ പറ്റണം, ഈ ഓരോ സിറ്റുവേഷനും നമുക്കൊരു ലെസൺ തന്നിട്ടുണ്ട് അല്ലെ. ഫെയിലിയർ ഈസ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പറയും. പക്ഷെ പഠിക്കണം. ഓരോ ഫെയിലിയേഴ്സും നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. സെയിം ഫെയിലിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്. പക്ഷെ
എന്ത് ചെയ്യണം? ഓരോന്നിന്നും നമുക്ക് പഠിച്ചിട്ട് മുന്നേറാനായിട്ട് പറ്റണം. അപ്പോ 4 കാര്യങ്ങളാണ് ഇന്ന് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ലൈഫിലെ ഏത് ഗോൾ ആയിക്കോട്ടെ, ഏത് ഏരിയയിലായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, പ്രോഗ്രസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും ഇനി നിങ്ങൾ കറന്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഒരു പ്രശ്നവും ഒരു ടെൻഷനും വേണ്ട. ഒറ്റ കാര്യമാണ് നിങ്ങൾ 4 കാര്യങ്ങൾ മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. 6 ലക്ഷത്തി സംതിങ് ആയിട്ടാണ് മറ്റേ ഓക്കെ. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഹോണസ്റ്റി. ബി യുവർ സെൽഫ്. അതായത് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ഇമോഷൻസ്, അതിപ്പോ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആളെടുത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺലി പറഞ്ഞ് അത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ദെൻ ഇമോഷണൽ ഓണസ്റ്റി ആണ്. റേറ്റ് കൂടുതലാണ്. മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ അലൈൻമെന്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഇമോഷണൽ ഹോണസ്റ്റി, രണ്ടാമത്തത് ഇമോഷണൽ അലൈൻമെന്റ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ. റിയലൈസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഓക്കെ. അതിന് ശേഷമാണ് നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്യേണ്ടത്. എന്താണ് നിങ്ങൾക്ക് റിയലി വേണ്ടത്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നെല്ലാം തിരിച്ചറിയേണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ അലൈൻമെന്റ് ചെയ്താലാണ് എന്താ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. നമ്മുടെ കോൺഫിഡൻസ് അത് ഏത് മേഖലയിലാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ കൂടുതൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് ഏത് മേഖലകളിലാണ് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ബാലൻസ് ചെയ്യണ്ടേ. അല്ലാത്ത സമയം നമുക്ക് പലതിനോടും താല്പര്യം തോന്നും, പലതും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അത് ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോ അതിനുശേഷം മൂന്നാമത്തത് ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പോകേണ്ട ഡയറക്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടേക്ക് ഇൻസ്പിറേഷണൽ ആക്ഷൻ. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഇനി എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക, ഹൗ മാനിഫെസ്റ്റേഷൻ വർക്കിംഗ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. എന്തു മതി? ഈ 4 കാര്യങ്ങൾ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ അപ്പിയർ ആയിരിക്കും. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. അപ്പോ ഈ രീതിയിലാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക. ഇമോഷണൽ ഹോണസ്റ്റി കീപ്പ് ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസ് അലൈൻ ചെയ്തെടുക്കുക, ഇന്റൻഷൻ സെറ്റ് ചെയ്യുക, then ടേക്ക് ഇൻസ്പയർ ആക്ഷൻ. ഇതാണ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുല. മാനിഫെസ്റ്റേഷൻ ഈക്വൽ ടു ഇമോഷണൽ ഹോണസ്റ്റി പ്ലസ് ഇമോഷണൽ അലൈൻമെന്റ് സെറ്റ് ഇന്റൻഷൻ പ്ലസ് ടേക്ക് ഇൻസ്പയർ ആക്ഷൻ ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. ക്ലിയർ? അപ്പോ ചെറുതോ വലുതോ ആയിട്ടുള്ള എന്ത് ഡ്രീമും നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ഏത് ലൈഫിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് ഇരുന്നാലും നമ്മളൊന്ന് വിചാരിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് അത് ഏത് ഏജിലായിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വേണ്ടുന്ന കാര്യം നമുക്കൊരു ക്ലിയർ ഇന്റൻഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഇന്റൻഷൻ അനുസരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അതാണ് നമ്മുടെ ഇമോഷണൽ ബാക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഓക്കെയാണ്. അപ്പോ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ പറയാണ്. ആൻഡ് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും എന്താണ് ആ ഒരു സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. താങ്ക് യു. അതുപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന വിംബിൾ അക്കാദമിനോടും ഫൈസൽ സാറിനോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി പറയാണ്. ഫിദ മാമിനോടുള്ള നന്ദി പറയാണ് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഇൻട്രോ തന്നതിന്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു മിസ്.
ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ മിസ്, നല്ലൊരു ക്ലാസ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതി വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഒരു പുഷ്പം പോലെ മാമ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഇത് മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളതാണ് വേറൊരു വസ്തുത. നമ്മൾ ഇച്ചിരി ടൈം എടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി Thank you. മച്ച്. Thank you. മാമിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ, ഷെയർ ചെയ്യാവേ. ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. ഫൈസൽ സാറിനെ കോണ്ടാക്ട് ചെയ്താലും മതി. ഓക്കെ, നമ്പർ എന്റെ ഗ്രൂപ്പിൽ ഉണ്ടാവും നമ്പർ. അല്ല, ഇവിടെ ഇടണോ? ഒരു മിനിറ്റ്. ചാറ്റ് ബോക്സിൽ എടുത്തോളാം. കുഴപ്പമില്ല, ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോ മാം ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഈ ഇമോഷണൽ അലൈൻമെന്റ് ഇപ്പൊ നമ്മൾ തന്നെ ചെയ്താൽ മതി, അതോ വേറെ ആരെങ്കിലും ഹെൽപ്പ് തേടേണ്ടി വരുമോ ഇതിന്? തന്നെ ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ നമ്മൾ മെഡിറ്റേഷൻസ് എടുക്കുന്ന സമയത്ത് അവർ ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ആ തരുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡിങ്സ് ആയിരിക്കും അത്. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എന്താണെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി മനസ്സിലാണ് അല്ലെ? അപ്പൊ അതിനൊരു അസിസ്റ്റൻസ് കൂടി ഈസി ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സെൽഫായിട്ട് ചെയ്യാൻ ഓരോരുത്തരെ പെയിനും ഓരോ വ്യക്തികളും യുണീക്ക് ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവൂലല്ലോ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ചക്ര ക്ലെൻസിങ് വർക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടാണ്. നമ്മൾ അതിന്റെ ഇമോഷൻസ് പറയുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ റൂട്ട് ചക്രനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സേഫ്നെസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിയേഴ്സ് ഉണ്ടോ? ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്ക് ഇതുമായിട്ട് ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. അത് ആ പേഴ്സണ് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ അതാണ് കാര്യം. ഓക്കെ, എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ അല്ലേ?